നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്താണ്. ഒരു നല്ല കഥ ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിലും. വായന നമ്മെ അറിവിലേക്കും അനുഭവങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും കൈപ്പിടിച്ചുയർത്തുന്ന ഒരു മനോഹര യാത്രയാണ്. ആ യാത്രയുടെ പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾ മുൻപ് സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വായനാലോകം ഇനി എൻ്റെ സ്വന്തം വേദിയിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ്. പുതിയൊരു രൂപത്തിൽ, പുതിയൊരു ഭാവത്തിൽ. കഥകളുടെ മാധുര്യവും അക്ഷരങ്ങളുടെ സുഗന്ധവും വായനയുടെ സന്തോഷവും പങ്കുവയ്ക്കാൻ പ്രവിജാസ് വായനാലോകം എന്ന ഈ കൊച്ചു സംരംഭത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വായനാ ദിനത്തിൻ്റെ ഈ മനോഹര വേളയിൽ പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. വായന നമ്മുടെ ചിന്തകൾക്ക് വെളിച്ചമാകട്ടെ. ഓരോ പേജും പുതിയ അനുഭവങ്ങളിലേക്കുള്ള വഴികാട്ടിയാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ. ഇന്ന് വായനാലോകത്തിൽ രാജൻ കെ എഴുതിയ സീബ്ര ലൈൻ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് രാജൻ കെ ഒന്ന് പരിചയപ്പെടാം. തൃശൂർ ജില്ലയിലെ ചിറ്റണ്ട ഗ്രാമത്തിൽ ശങ്കരനാരായണൻ നായരുടെയും കമലത്തിൻ്റെയും മകനായി 1960 ഫെബ്രുവരി 24 രാജൻ കെ ജനിച്ചത്. SSLC വിദ്യാഭ്യാസത്തിന് ശേഷം മുംബൈയിലേക്ക് ചേക്കേറിയ അദ്ദേഹം അവിടെ നീണ്ട 7 വർഷക്കാലം ജോലി ചെയ്തു. തുടർന്ന് പ്രവാസ ലോകത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം ഒമാനിലെ പ്രശസ്തമായ തമൂർ ഒമാൻ ഡേറ്റ്സ് എന്ന കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജറായി 20 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. പ്രിയ VP ആണ് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി. ഈ ദമ്പതികൾക്ക് ഋതു നായർ എന്നൊരു മകളുമുണ്ട്. ഒമാനിലെ വിജയകരമായ കരിയറിന് ശേഷം മറ്റൊരു പ്രമുഖ ബ്രാൻഡായ ലയൺ ഡേറ്റ്സ് കമ്പനിയിലും 6 വർഷത്തോളം പ്രൊഡക്ഷൻ രംഗത്ത് തൻ്റെ മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിവിധ നഗരങ്ങളിലെയും വിദേശത്തെയും ദശാബ്ദങ്ങൾ നീണ്ട വിജയകരമായ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം വിരമിച്ച രാജൻ കെ ഇപ്പോൾ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ വിശ്രമജീവിതം ആസ്വദിക്കുകയാണ്. അദ്ദേഹം എഴുതിയ സീബ്ര ലൈൻ എന്ന കഥയാണ് ഇന്ന് വായനാലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജൻ കെ എഴുതിയ കഥ സീബ്ര ലൈൻ. രാവിലെ റേഡിയോയിൽ പ്രാദേശിക വാർത്തകൾ കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നത്. കട്ടിലിന് താഴെ വെച്ചിരുന്ന വാട്ടർ ബോട്ടിൽ തുറന്ന് 2-4 കവിൾ വെള്ളം കുടിച്ചു. രാത്രി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നാൽ മൂക്കടയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായ ആകെ ഡ്രൈ ആയിരിക്കും. തലയിണയ്ക്ക് കീഴേ വെച്ചിരുന്ന പഞ്ചമുഖമുള്ള ഒറ്റ രുദ്രാക്ഷ സ്വർണമാല അമ്മയെ മനസ്സിൽ നനച്ച് കഴുത്തിലിട്ടു. അച്ഛൻ്റെ മരണാനന്തരം അച്ഛൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണ മുത്തുമാല എല്ലാവരും ചേർന്ന് എൻ്റെ കഴുത്തിൽ ഇട്ടു തന്നപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞില്ല. ഒരു കൈയിൽ മൂക്കിലൊറ്റിക്കുന്ന ഒക്ട്രീവേനും മൊബൈൽ ഫോണും മറ്റേ കൈയിൽ വാട്ടർ ബോട്ടിലുമായി ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ടീച്ചർ ഡൈനിങ് ടേബിളിൻ്റെ ഓരം ചേർന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ ചിരിച്ചു. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ എന്ന് നീട്ടിമൂളി. ടീച്ചറുടെ മുഖം നോക്കാതെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. ഫോൺ ചാർജറിൻ്റെ ഔട്ട് പിൻ മൊബൈലിൻ്റെ ചാർജിംഗ് പോർട്ടിൽ തിരുകി മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചു. മാസം തോറും ഡോക്ടർ ശശിധരനെ യൂറിൻ റൂട്ടീൻ ടെസ്റ്റ് റിസൾട്ട് കാണിക്കുമ്പോൾ പറയും, യൂറിനിൽ ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട്, വെള്ളം നന്നായി കുടിക്കണം, ക്രിയാറ്റിനിൻ കൂടുന്നുണ്ട്. യൂറിൻ റൂട്ടീൻ റിസൾട്ടിൽ കൗണ്ട് ഓഫ് HPFും കാണാനുണ്ട്. എന്നും കിടക്കാൻ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം കട്ടിലിന് താഴെ വയ്ക്കും. ഡയബറ്റിക് ആയതിനാൽ രാത്രി 2-3 തവണ ടോയ്ലറ്റിൽ യൂറിൻ പാസ് ചെയ്യാൻ പോയി വരുമ്പോൾ അത്രയും വെള്ളം വീണ്ടും കുടിക്കും. ഡയബറ്റിക് രോഗികളായ പുരുഷന്മാർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പോസ്ട്രേറ്റ് ഗ്ലാൻഡിന് വീക്കം വരുന്നതിനാൽ അധിക സമയം യൂറിൻ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകുന്നത് കാരണം ഉറക്കവും തകരാറിലാകും.
എന്ന് കരുതി വെള്ളം കുടിക്കാൻ മടിയാണ്. ഒഴിഞ്ഞ വാട്ടർ ബോട്ടിലിൻ്റെ മൂടി തുറന്ന് വാട്ടർ ഡിസ്പെൻസറിൻ്റെ ടാപ്പിൽ തിരുകി വെള്ളം പിടിക്കുന്നതിനിടയിൽ ടീച്ചർ പറഞ്ഞു, എന്നെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ കനറ ബാങ്കിൽ പോയി നൂൺ മീൽസിൻ്റെ പേയ്മെൻറ്റ് അഡ്വൈസ് സ്ലിപ്പിൻ്റെ 2 ഷീറ്റിലും സീലും സൈനും വാങ്ങിയിട്ട് വരണം. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഞാൻ അത് ശ്രദ്ധിക്കാതെ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നടന്നു. പല്ല് തേച്ച് മുഖം കഴുകുമ്പോൾ കുറച്ച് വെള്ളം കൈകൊണ്ട് പിടിച്ച് തലയിൽ തെളിച്ച് ചുളിഞ്ഞു കിടക്കുന്ന മുടി ഒന്നൊതുക്കി. തോർത്തെടുത്ത് മുഖവും തലയും തുടച്ചു. കണ്ണാടിയിൽ നോക്കി ടൂത്ത് പേസ്റ്റും ബ്രഷുകളും വെച്ചിരിക്കുന്ന ഹോൾഡറിൽ നിന്ന് ചീർപ്പെടുത്ത് മുടി ചീകി. കണ്ണാടിയിൽ നോക്കി. തരക്കേടില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ചീപ്പ് ഹോൾഡറിലിട്ടു. നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. ഡൈനിങ് ടേബിളിൻ്റെ ചെയർ വലിച്ച് പിന്നോട്ട് തള്ളിവെച്ചു. മരുന്നുകൾ അടങ്ങിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ടേബിളിൽ എടുത്തു വെച്ച് കസേരയിൽ ഇരുന്നു. മകൾ ഋതുവും മരുമകൻ സുമേഷും കോവിഡ് സമയത്ത് നാട്ടിൽ വന്നപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് മരുന്നുകൾ എടുക്കുന്നത് കണ്ടിട്ട് ഒരു ദിവസം പുറത്തു പോയി വരുമ്പോൾ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വാങ്ങി വന്നു. ഒന്ന് എനിക്കും മറ്റേത് ടീച്ചർക്കും. തന്നിട്ട് പറഞ്ഞു, കഴിക്കാനുള്ള മരുന്നുകൾ ഇട്ട് വയ്ക്കാൻ വേണ്ടിയാണിത്. മരുന്നുകൾ എടുത്ത് 3 നേരത്തേക്കുള്ളത് എടുത്തു വെക്കുന്നതിനിടയിൽ ടീച്ചർ 1 കപ്പ് ചായ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഡൈനിങ് ടേബിളിൻ്റെ ഓരത്ത് വെച്ചിരുന്ന പേപ്പർ ഫോൾഡർ തുറന്ന് 2 സെറ്റ് A4 പ്രിൻ്റ് ഡോക്യുമെൻറ്റ്സ് എടുത്ത് എൻ്റെ നേരെ നീട്ടി. ഇന്നലെയും മിനിഞ്ഞാന്നും തല കുത്തി മറിഞ്ഞിട്ടും പ്രിൻ്റ് എടുക്കാൻ പറ്റിയില്ല. നെറ്റ് ശരിയല്ല എന്നാണ് ആദ്യം കരുതിയത്. എന്നാലും മൊബൈലിൽ കിട്ടുന്നുണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടറിന് തെറ്റ് പറ്റില്ല, നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ശരിയല്ലാതിരിക്കാം. ഇന്നലെ വൈകുന്നേരം അധീനയെ വിളിച്ചു ചോദിച്ചപ്പോൾ 1-2 ടിപ്പുകൾ തന്നു. അധീനയെ 1-2 തവണ കണ്ടിട്ടുണ്ട്. ആ കുട്ടി ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. ഭർത്താവ് ഒരു പൂണൂലിട്ട ഹിന്ദു പുരോഗമനവാദിയും. PSC വഴി കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ച് ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള ചിറ്റണ്ട സ്കൂളിൽ ചേർന്നു. പോക്കും വരവും SUVയിലാണ്. കുറച്ച് പുരോഗമനവാദിയും. ആ കുട്ടിയുടെ വിചിത്രമായ പേര് കേട്ടപ്പോൾ ആദ്യം ഗൂഗിളിൽ തപ്പി നോക്കി. ശരിയാണ്, അദീന എന്ന പേരിൻ്റെ അർത്ഥം ഗ്രീക്ക് പുരാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം, ധൈര്യം, പ്രചോദനം, സംസ്കാരം, നീതി എന്നിവയുടെ ദേവതയെ സൂചിപ്പിക്കുന്നു. ഏതൻസ് നഗരത്തിൻ്റെ സംരക്ഷകയായും യുദ്ധത്തിൻ്റെയും ശക്തിയുടെയും ദേവതയായും അറിയപ്പെടുന്നു. ചുരുക്കത്തിൽ അറിവ്, ശക്തി, ധൈര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഓ, അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് കൊണ്ടല്ല അല്ലേ? ആ കുട്ടി പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. ആ കുട്ടിയുടെ പേര് അധീന എന്ന് ആ കുട്ടിയുടെ അച്ഛനമ്മമാർ ഇട്ടിരിക്കുന്നത് വെറുതെയല്ല, ബുദ്ധിരാക്ഷസിയാണ്. ഞാൻ മരുന്നുകളുടെ കണ്ടെയ്നർ അടപ്പ് ഒരു കൈകൊണ്ട് അടച്ച് ഓരത്തേക്ക് മാറ്റിവെച്ചു. മറ്റേ കൈകൊണ്ട് ചായ കുടിച്ച് ഗ്ലാസ് എടുത്ത് അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു, ടീച്ചറെ സ്കൂളിൽ വിട്ട് വീട്ടിലെത്തിയപ്പോൾ സമയം 9:15 ആയിട്ടേ ഉള്ളൂ. ബാങ്ക് തുറക്കുന്നതിന് ഇനിയും സമയമുണ്ട്. റോഡിന് സമാന്തരമായി പാർക്ക് ചെയ്തിരുന്ന കാർ പോർട്ടിക്കോയിലേക്ക് കയറ്റിയിട്ടു. നടന്നു പോകാം. വടക്കാഞ്ചേരിയിൽ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സാധാരണ നടന്നുപോയി കാര്യങ്ങൾ നടത്തി വരികയായിരുന്നു പതിവ്. എന്തായാലും ബാങ്കിൽ പോകുന്ന വഴിയിലാണല്ലോ മുരളിയുടെ വാച്ച് നന്നാക്കുന്ന കട. വാച്ച് മുരളിയുടെ കടയിൽ കൊടുത്ത് ബാങ്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കുകയും ചെയ്യാം. മകൾ ഋതുവിൻ്റെ വിവാഹം കഴിഞ്ഞ് അവർ പൂനെയിലേക്ക് താമസം മാറ്റിയപ്പോൾ 1 കൊല്ലം ചിഞ്ചോട് മലയാളി സമാജം നടത്തുന്ന ഓണപ്പരിപാടിയിൽ മറുനാടൻ മലയാളി ഫാമിലി പൂക്കള മത്സരത്തിലും ഡാൻസ് പ്രോഗ്രാമിലും മകളും, CMS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടത്തുന്ന ഓണാഘോഷത്തിൽ ചെറുമകൻ നിവാൻ ദേശഭക്തി ഡാൻസിലും പങ്കെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ വെക്കേഷൻ പൂനെയിലാകാമെന്ന് കരുതി. ഞാനും ടീച്ചറും കൂടി പോയപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലാക്ക് ഡയലും ബ്ലാക്ക് സ്ട്രിപ്പുമുള്ള ടൈറ്റാൻ ക്വാഡ്സ് വാച്ച് മാറ്റിയിട്ട് പുതിയതിട്ടോളൂ എന്ന് പറഞ്ഞ് അവിടെ ഫിനിക്സ് മാളിലുള്ള ടൈറ്റാൻ്റെ ഷോറൂമിൽ നിന്ന് ടൈറ്റാൻ്റെ വില കൂടിയ ഒരു ഓട്ടോമാറ്റിക് വാച്ച് വാങ്ങിത്തന്നിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് താക്കോൽ കൊടുക്കാത്ത ഒരു ഓട്ടോമാറ്റിക് വാച്ച് എനിക്ക് വേറൊരാൾ വാങ്ങിത്തരുന്നത്.
വർഷങ്ങൾക്ക് മുമ്പ് അമ്മ വീട്ടിൽ താമസിച്ചിരുന്ന ചേച്ചി 10ാം തരം പാസ്സായപ്പോൾ ആദരവായി ഫേവർ ലൂബയുടെ ഒരു വാച്ച് വ്യാസ കോളേജിൽ PDCക്ക് പോകുമ്പോൾ കയ്യിൽ കെട്ടാനായി കൊച്ചേച്ചി വാങ്ങിക്കൊടുത്തിരുന്നു. ഞാൻ അമ്മയുടെ കൂടെ അവിടെ പോകുമ്പോൾ അതെടുത്ത് കെട്ടി നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കുടുംബക്കാവിലെ പൂജയുടെ തലേദിവസം വെള്ളമടിച്ച് ക്ലീൻ ചെയ്യുന്ന സമയം ടേബിളിന് മുകളിൽ അഴിച്ചു വെച്ചിരുന്ന മക്കൾ വാങ്ങിച്ചു തന്ന ഓട്ടോമാറ്റിക് വാച്ച് താഴെ വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ അതിൻ്റെ ചില്ലിന് വിള്ളലുകൾ വീണിരുന്നു. ബാങ്കിൽ പോകുമ്പോൾ അത് മുരളിയുടെ കടയിൽ ശരിയാക്കാൻ കൊടുത്താൽ ബാങ്കിൽ പോയി തിരിച്ചു വരുന്ന വഴി വാങ്ങിക്കുകയും ചെയ്യാം എന്ന് ഞാൻ മനസ്സിൽ കരുതി. വീട് പൂട്ടി താക്കോൽ ഷൂറാക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഷൂറാക്കിൻ്റെ സ്ലൈഡിംഗ് ഡോർ വലിച്ചടച്ചു. ഗേറ്റ് അടച്ച് മുകളിലെ കുറ്റിയിട്ട് മുരളിയുടെ കടയിലേക്ക് നടന്നു. മെയിൻ റോഡിൻ്റെ സീബ്ര ലൈനിൽ കൂടി റോഡ് മുറിച്ച് കടക്കുമ്പോൾ എതിരെ വന്ന വില കൂടിയ കാറിലെ വയസ്സ് കുറഞ്ഞ ഡ്രൈവർ ക്ഷമയില്ലാതെ കാർ ഹോണടിച്ച് എന്നോടുള്ള അമർഷം രേഖപ്പെടുത്തി ബ്രേക്കിട്ട് നിർത്തി. എന്തോ തെറി പറഞ്ഞു. വില കൂടിയ AC വണ്ടി ആയിരുന്നതുകൊണ്ട് വിൻഡോ ഗ്ലാസ് അടച്ചിട്ടിരുന്നതിനാൽ പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞില്ല. പുതിയ ജനറേഷനെ അച്ഛൻ വൈബുകളെ കാണുമ്പോൾ അങ്ങനെയാണ്. ഞാൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് സീബ്ര ലൈനിൻ്റെ അപ്പുറത്തേക്ക് നടന്നു നീങ്ങി. മീനമാസത്തിലെ ശക്തമായ വെയിലിനെ തടുക്കാൻ നിവർത്തിപ്പിടിച്ച കറുത്ത കുട മടക്കി പ്ലാസ്റ്റിക് നിരോധനം മൂലം കയ്യിൽ കരുതിയിരുന്ന തുണി സഞ്ചിയിൽ വെച്ചു. മുരളിയുടെ കടയുടെ വാതിൽ തള്ളി തുറന്ന് ഉള്ളിൽ കയറി. 5-8 പഴയ ക്ലോക്കുകൾ ചുമരിൽ നിർജീവമായി തൂങ്ങിക്കിടന്നിരുന്നു. ഒരു രമണീയമായ പഴയകാലത്തെ അയവിറക്കിക്കൊണ്ട് തറവാട് ഭാഗം വെച്ച് പിരിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാത്തവരെ പോലെ കിടന്നിരുന്ന അവരെ ആരെങ്കിലുമൊക്കെ അയാൾക്ക് വെറുതെയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്താൽ വലിയ കാര്യമൊന്നും ഇല്ലായിരിക്കാം, അതുകൊണ്ട് അയാൾക്ക് കൊടുത്തതായിരിക്കാം. അഥവാ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അനാഥപ്രേതം പോലെ അവരുടെ ഊഴത്തിനായി കാത്തിരിക്കുന്നത് പോലെ തോന്നി. മുരളി ഒരു സ്റ്റൂളിലിരിക്കുന്നു. ഡ്രസ്സിംഗ് കഴിഞ്ഞ് ഇടതുകാൽ മേശയ്ക്ക് മുകളിൽ കയറ്റി വച്ചിരിക്കുന്നു. മുരളി ഒരു ഡയബറ്റിക് രോഗിയാണ്. കാലിൻ്റെ വിരലിൽ അറിയാതെ പറ്റിയ ഒരു ചതവ് ഇൻഫെക്ഷനായി മുറിച്ചു മാറ്റേണ്ടതായി വന്നു. ഡെയിലി ക്ലിനിക്കിൽ പോയി മുറിവ് ഡ്രസ് ചെയ്യണം. ഇപ്പോൾ മുറിവ് കൂടി വരുന്നു. കഴിഞ്ഞ 5-6 വർഷമായി കണ്ടകശനി ദശയുടെ അപഹാരമായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. മുരളി പറഞ്ഞു നിർത്തി. ശനിദശ ശിവനും അനുഭവിക്കേണ്ടി വന്നില്ലേ? രൂപം മാറി തവളയായി അമ്പലത്തിൻ്റെ അടുക്കളയുടെ ഓവിൽ ഒളിച്ചിരുന്നു. പൂജാരി നിവേദ്യത്തിലെ അധികമുള്ള ചൂടുള്ള കഞ്ഞിവെള്ളം ഓവിലേക്ക് ഒഴിച്ച കഥ പറഞ്ഞു നിർത്തി സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. കുറച്ച് ഭാഗം കൂടി ഉണങ്ങി ശരിയാകാനുണ്ട്. എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. ഞാൻ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് അഴിച്ചെടുത്തു. വാച്ച് മുരളിയുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ചില്ല് പൊട്ടിയത് ഒന്ന് മാറ്റിത്തരണം. മാത്രമല്ല നടക്കുന്നതുമില്ല. മുരളി എൻ്റെ കയ്യിൽ നിന്ന് വാച്ച് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. ഇരിപ്പിടത്തിലിരുന്നു. ട്വീസർ എടുത്ത് വാച്ചിൻ്റെ അടിഭാഗത്തെ മൂടി തുറന്നു. മേശയ്ക്കുള്ളിൽ സ്പോഞ്ചിൽ ഭദ്രമായി വെച്ചിരുന്ന ഭൂതക്കണ്ണാടി എടുത്ത് ഇടതു കണ്ണിൻ്റെ മൃദുലമായ കുഴികളിൽ അമർത്തിപ്പിടിച്ചു. മുരളി തൻ്റെ ജോലി തുടർന്ന് വാച്ചിനുള്ളിൽ നോക്കിക്കൊണ്ട് എൻ്റെ മുഖം നോക്കാതെ ചോദിച്ചു, വീഴ്ചയിൽ ഇതിൻ്റെ ഒരു പാർട്ട് ഒടിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുരളി ചോദിച്ചു, ഇന്നലത്തെ പൂരം എങ്ങനെയുണ്ടായിരുന്നു? പൂരത്തിനൊന്നും പോകാറില്ല. തിരക്ക്, ആൾക്കൂട്ടം, വെയിൽ, പൊടി പടർന്ന അന്തരീക്ഷം, ഇതൊന്നും പറ്റില്ല. ഗൾഫിൽ നിന്ന് വന്ന കാലത്ത് 1-2 തവണ പോയതല്ലാതെ. ഞാൻ പറഞ്ഞു നിർത്തി. ഇപ്പോൾ എവിടേക്കും പോകാറില്ല. പൂരക്കമ്മിറ്റിയിൽ ചേരാൻ എന്നെ നിർബന്ധിക്കാറുണ്ട്. എന്നാൽ ഞാൻ ചേർന്നിട്ടില്ല. ഞാൻ മുരളിയെ നോക്കി പറഞ്ഞു. മുരളി തല ഉയർത്തി ഭൂതക്കണ്ണാടി എടുത്ത് അതിൻ്റെ സ്റ്റോറേജ് ബോക്സിൽ വെച്ചിട്ട് പറഞ്ഞു, കമ്മിറ്റിയിൽ ചേരരുത്. കമ്മിറ്റിയിൽ എന്നല്ല ഒരു പ്രസ്ഥാനത്തിലും ചേരരുത്. അതെന്താ? ഞാൻ മുരളിയെ നോക്കി. മുരളി തുടർന്നു, നായന്മാരല്ലേ, ആഢ്യത്വം കാട്ടി വലിയ ആളായി നടക്കും. ഒരു ഉപകാരവുമില്ലാത്ത തെണ്ടികളാ. മറ്റുള്ളവർക്ക് ഒരു ചാൻസ് കൊടുക്കൂല. സ്വയമായിട്ടൊന്നും ചെയ്യൂല. നാറികൾ. ഞാൻ എവിടെയും കമ്മിറ്റിയിൽ ചേരില്ല. അത് കാരണം എനിക്ക് എവിടെയും കയറി ചെല്ലാം. ആരെയും പേടിയുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും അവരുടെ മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് എന്താ, എന്നെ ആർക്കും പിടിക്കില്ല. എനിക്കെന്താ ഛേദം? എന്നെ അതിന് കിട്ടില്ല.
ആണുങ്ങളായാൽ മുഖത്ത് നോക്കി കാര്യം പറയണം, അല്ലാതെ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. മുരളി എന്നിട്ട് ഒന്ന് നിർത്തി. ടേബിളിൽ വെച്ചിരുന്ന വെള്ളത്തിൻ്റെ കുപ്പിയുടെ അടപ്പ് തുറന്ന് ഒരു കവിൾ വെള്ളം കുടിച്ചു. വീണ്ടും എന്നോട് പറഞ്ഞു, രാജേട്ടൻ തൃശ്ശൂരിലേക്ക് പോകാറുണ്ടോ? ഞാൻ മുരളിയെ നോക്കി. എന്തേ എന്ന അർത്ഥത്തിൽ. മുരളി എൻ്റെ വാച്ചിൻ്റെ മൂടി അടച്ച് തുണിയെടുത്ത് തുടച്ചുകൊണ്ട് പറഞ്ഞു, മഠത്തിൽ വരവിലേക്ക് പോകുന്ന വഴിയില്ലേ, അവിടെ പ്രഭാത് വാച്ച് ഹൗസ് എന്ന കടയുണ്ട്. ഈ വാച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്തോളൂ. അവരുടെ കയ്യിൽ ടൂൾസ്, മെഷീൻ പാർട്സ് എല്ലാം ഉണ്ട്. അവരിത് ശരിയാക്കി തരും. വാസുവേട്ടൻ്റെ അടുത്ത് എൻ്റെ പേര് പറഞ്ഞോളൂ. ഞാനും അദ്ദേഹവും കുറേ കൊല്ലത്തെ പരിചയവും പഴക്കവുമുണ്ട്. ഞാൻ അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കാറ്. ഞാൻ ചെന്നാൽ വാസുവേട്ടൻ വിളിച്ചു പറയും, എൻ്റെ ഒരാൾ വരുന്നുണ്ട്, ആൾക്ക് എന്താ സാധനം വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തോ, പൈസ തന്നത് വാങ്ങിക്കോ എന്ന്. എന്നിൽ നിന്ന് പൈസ വാങ്ങില്ല. എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ അത് വാങ്ങിയിട്ട് പറയും വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറയും, വാസുവേട്ടാ, നമ്മൾക്ക് നാളെയും കാണേണ്ടതല്ലേ എന്ന്. എന്നിട്ട് മുരളി എൻ്റെ വാച്ച് ഫ്ലാനൽ തുണിയെടുത്ത് തുടച്ചുകൊണ്ട് പറഞ്ഞു, ഷുഗർ കാരണം എനിക്ക് എൻ്റെ കണ്ണടയുടെ പവർ പോരാ. ഭൂതക്കണ്ണാടിയിൽ കൂടെ നോക്കിയാൽ ശരിക്കൊന്നും കാണുന്നില്ല. ഞാനിത് അഴിച്ചിട്ട് നാശാക്കുന്നില്ല. എന്നിട്ട് വാച്ച് എൻ്റെ നേരെ നീട്ടി. ഞാൻ വാച്ച് വാങ്ങി കയ്യിൽ കെട്ടി. ഞാൻ ചോദിച്ചു, എന്താ ഞാൻ തരേണ്ടത്? മുരളി കണ്ണടച്ച് തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ട് പറഞ്ഞു, ഒന്നും വേണ്ട, വീണ്ടും കാണാം. ഞാൻ മുരളിയോട് യാത്ര പറയാൻ തുടങ്ങുമ്പോൾ ഒരാൾ ഡോർ തള്ളി തുറന്ന് കയറി വരുന്നു. ഉള്ളം കൈയിൽ 2 വാച്ചുകളുണ്ട്. ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയില്ല. വയസ്സായിട്ടുണ്ട്. വാതിൽ തുറന്ന് പുറത്ത് കടന്നു. പുറത്ത് വെയിലിന് ശക്തി കൂടിയിരുന്നു. ഞാൻ കുട നിവർത്തി ചുമലിൽ വെച്ചു. മുരളി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ബാങ്കിലേക്ക് നടന്നു. ഇതോടുകൂടി രാജൻ കെ എഴുതിയ സീബ്ര ലൈൻ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.